പെരുമ്പാവൂർ കോട്ടപ്പടിയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ ആന കുത്തി. പാറക്കൽ അവറാച്ചൻ എന്നയാളെയാണ് ആന ആക്രമിച്ചത്. രാവിലെ ടാപ്പിംഗ് ജോലിയിൽ ഏർപ്പെടുന്നതിനിടെയായിരുന്നു ആക്രമണം. സ്ഥിരമായി ഇപ്പൊ നമ്മുടെ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു ആക്രമണം സ്ഥിരമായി. റബ്ബർ വെട്ടിക്കൊണ്ടുന്ന ആളാണ്, കോട്ടപ്പടിക്കൽ ആളാണ്. വടക്കുംഭാഗത്ത് വെച്ചാണ് സംഭവം. നടുവിന് സാരമായിട്ടുള്ള പരിക്ക് നടുവിന് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാനിപ്പോ നിലവിൽ ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട്. ഇപ്പൊ കോലഞ്ചേരി കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ കോലഞ്ചേരിക്ക് പോകാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഈ കാട്ടാന ആക്രമണം ആ പ്രദേശത്ത്, കാട്ടാനയുടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ആ പ്രദേശത്ത് പതിവാണോ? എങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായത്? മോത്തി, കോട്ടപ്പടി ഭാഗത്ത് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് പതിവാണ്. കഴിഞ്ഞ കുറച്ചധികം കാലമായി അവിടെ ആനകളുടെ ആക്രമണം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവിടെ ഒരു കിണറ്റിൽ കാട്ടാന വീണ സംഭവവും അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ 6:15 അവറാച്ചൻ ടാപ്പിങ്ങിനായി ഈ റബ്ബർ തോട്ടത്തിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് കാട്ടാന ഈ തോട്ടത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആന ഉടനെ ഈ അവറാച്ചനെ ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലും ഈ അവറാച്ചന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പരിക്ക് ഗുരുതരമല്ല, അത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവറാച്ചനെ ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഈ കോട്ടപ്പടി ഭാഗത്ത് നിരവധി കാട്ടാനകളുണ്ട്. ആ കാട്ടാനകൾ പതിവായി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഇത്തരത്തിൽ വലിയ ശല്യം ഉണ്ടാക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങി വന്നിരുന്നു. ഇന്നലെ രാത്രിയിലും കൂട്ടത്തോടുകൂടി ആനകൾ ഈ ഭാഗത്ത് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വന്നിരുന്നു. പുലർച്ചെ 2 തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനകളെ തിരിച്ച് കാട്ടിലേക്ക് തുരത്തി ഓടിച്ചതാണ്. അതിനുശേഷം മടങ്ങി വന്ന 2 കാട്ടാനകളാണ് ഈ ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇവിടെ 30 കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാനായി വനംവകുപ്പ് പ്രപ്പോസൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ദൂരം, ഏതാണ്ട് 30 കിലോമീറ്ററിലധികം ദൂരം ഫെൻസിംഗ് ഇട്ടാൽ മാത്രമേ അവിടെ ഈ കാട്ടാന ശല്യത്തെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഈ കോട്ടപ്പടി ഭാഗത്ത് നിലനിൽക്കുന്നത്. ആനകളുടെ എണ്ണം ആ മേഖലയിൽ കൂടുതലാണ്. അവർ പതിവായി കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ അവറാച്ചന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശരി ബിനിൽ, പെരുമ്പാവൂർ കോട്ടപ്പടിയിലാണ് സംഭവം. ടാപ്പിംഗ് തൊഴിലാളിയെ ആന കുത്തി. അവറാച്ചൻ എന്നയാളെയാണ് ആന ആക്രമിച്ചത്.